ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെവിടെ നോക്കിയാലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ നോക്കിയാൽ കാണാം ഈ ഒരു കാരിക്കേച്ചർ കാർട്ടൂൺ ഫോട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു മാർക്ക് ചെയ്ത് കാണുന്നുണ്ടല്ലോ, ഈ ഒരു ടൂൺ മാപ്പ് അത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ എഫക്ട്സ് കാണാം. ഇതിൽ ഓൾ ഓപ്ഷൻസിൽ നമുക്ക് റീസെൻറ്റിലും ടോപ്പിലും ഒക്കെ കാണാം. അപ്പോൾ ഞാൻ ടോപ്പ് എന്നുള്ള ഓപ്ഷൻസിൽ നിന്ന് ഇത് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അതിൽ ഞാനൊരു ഫോട്ടോ ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാട്ടോ. ഈ ഒരു ഫോട്ടോ കാരിക്കേച്ചർ ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ എഫക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നമ്മളെ ഗാലറിയിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസിൽ ഇങ്ങനെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കാണാം. അത് നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഇനി ഇത് എടുത്ത ശേഷം നമ്മൾ ഏറോ മാർക്ക് കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്താൽ അത് പ്രോസസ്സാവും. പ്രോസസ്സായി കഴിഞ്ഞാൽ ഇതുപോലൊരു ആഡ് കാണിക്കും. ആഡ് കണ്ട് കഴിഞ്ഞാൽ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ താഴെ നമുക്ക് കാണാം. ഡൗൺലോഡ് ആറോ മാർക്കിൽ കാണിക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗാലറിയിലേക്ക് സേവ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് BG റിമൂവ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ അവിടെ ഒരു സൈറ്റ് ഓപ്പൺ ആവും, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ആയി കണ്ടാൽ അവിടെ അപ്ലോഡ് ഇമേജ് എന്നിപ്പം വരും. അപ്ലോഡ് ഇമേജ് എന്ന് കണ്ടല്ലോ, അത് സെലക്ട് ചെയ്താൽ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോ നമ്മൾ എടുത്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്താൽ ഇതുപോലെ പ്രോസസ്സ് ആവും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആയി കാണും. ഇതുപോലെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വന്നല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടിയിൽ താഴെ ഇതാ ഡൗൺലോഡ് എന്ന് ബ്ലൂ കളറിൽ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗാലറിക്ക് സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാലോ. ക്യാൻവ ആപ്പ് കാണുന്നുണ്ടല്ലോ, ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ആപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മൾ താഴെ പ്ലസ് ഐക്കൺ എന്ന് കാണാം. ആ പ്ലസ് ഐക്കൺ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഡോക്യുമെൻറ്റ് സൈസസ് കാണാം. നമുക്ക് ഏത് സൈസാണ് നമ്മളെ ഫ്രെയിം വേണ്ടതെന്ന് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഡോക്യുമെൻറ്റ് A4 പോർട്രേറ്റ് എന്ന് കാണാം. അതാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. കാണുന്നില്ല എങ്കിൽ സെർച്ച് എന്ന് ചെയ്ത് കൊടുത്താൽ മതി. സെർച്ചിൽ A4 എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് A4 പോർട്രേറ്റ് എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിടക്കും. ഞാൻ ഇപ്പോൾ A4 സൈസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ബ്ലാങ്ക് വൈറ്റ് ഷീറ്റ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണാം. ഓക്കെ, ഇനി നെക്സ്റ്റ് താഴെ ഡിസൈന്, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ഗാലറി അങ്ങനെയൊക്കെ കാണാം. അതിൽ ഗാലറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗാലറി പോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയ കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ സെലക്ട് ആകുന്നുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 8 ഫോട്ടോസ് ഞാൻ ഇവിടെ സെലക്ട് ആക്കുന്നുണ്ട്. ഓക്കെ, 8 ഫോട്ടോസ് ഇവിടെ ഞാൻ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതൊക്കെ നമ്മളെ ഈ ഫ്രെയിമിലേക്ക് വരും സെലക്ട് ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെയിൻ പണി കേട്ടോ. മെയിൻ പണി വരുന്നത് അടുത്തതാണ്. നമുക്ക് ഇനി ഓരോ ഫോട്ടോസും മാച്ചായിട്ട് നമ്മളെ ഫ്രെയിമിൽ ഒതുങ്ങി എങ്ങനെയാണ് ഓരോ പൊസിഷനിലേക്കും കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഫോട്ടോസൊക്കെ ഒന്ന് സെപ്പറേറ്റ്ലി എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ പൊസിഷനിൽ എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോ ഫോട്ടോസ് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്നു അവിടെ അങ്ങനെ വെക്കാം. പിന്നെ പൊസിഷൻ്റെ സൈസും കൂട്ടാം. അതുപോലെ ക്രോപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ സൈസ് നോക്കി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ ഫസ്റ്റായിട്ട് ഈ ഫോട്ടോ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുത്തു. ഒന്നും മുഖം കാണാത്ത രീതിയിലോ ഒന്നും കുടുങ്ങി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഫുള്ള് നല്ല എല്ലാ ഫേസസും നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലൊരു പൊസിഷനിൽ എല്ലാം കൊണ്ടുവെക്കാം. അപ്പോൾ ഇനി ഇതാണ് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഓരോന്ന് ഏത് പൊസിഷനിലാണ് കുറച്ചും കൂടി ബെറ്റർ ആവാൻ അത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കാം. നമുക്കിനി സൈസ് കൂട്ടിയും കുറയ്ക്കാം, അതൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ട സൈസ് കുറക്കാം, കൂട്ടാം, എന്ത് വേണേൽ ചെയ്യാം. ആ ഒരു ഡോട്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെ. ഇനി അടിയിലായിട്ടൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ച പൊസിഷൻ ഒക്കെ നമുക്ക് മുന്നോട്ട് പോകണോ അത് ബാക്കോട്ട് പോകണോ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഉള്ളിലേക്കോ പുറത്തേക്കോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എടുത്ത് വെക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഫോട്ടോ അങ്ങനെ നോക്കി ചെയ്യുന്നുണ്ട്. പുറത്തേക്കും ഉള്ളിലേക്കും ആക്കിയിട്ട് ഓരോ ഫോട്ടോ മാച്ചായ രീതിയിൽ വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓരോ ഫോട്ടോസും ഓരോ പൊസിഷനിലായി അറേഞ്ച് ചെയ്തിട്ട് അതിന് മാച്ചായി ക്രോപ്പാക്കുകയും അതുപോലെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും നമ്മൾ പൊസിഷൻ നോക്കി ഓരോന്നായിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന കളർ ഓപ്ഷൻ താഴത്ത് കാണാം. താഴത്തുള്ള കളർ നമുക്ക് ഏത് വേണമെങ്കിൽ, അതായത് നമ്മൾ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പേജ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്, നമുക്കതിൽ ഏത് വേണമെങ്കിൽ കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കളേഴ്സ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് വൈറ്റിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, പിന്നെ ഇതിനൊരു ടെക്സ്റ്റ് കൊടുക്കണമല്ലോ, എന്തെങ്കിലും ഒരു പേരോ, ഇപ്പോൾ ഫാമിലിന്നോ ഫ്രണ്ട്സെന്നോ കസിൻസെന്നോ അങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു പേര് എഴുതിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ സെലിബ്രിറ്റീസ് ആണല്ലോ എടുത്തിട്ടുള്ളത്, അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കസിൻസ് കോഡ് എഴുതി, ആദ്യം ഞാൻ ഇതിൽ അങ്ങനെയാണ് തമ്മിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, കസിൻസ് കോഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് സെലിബ്രിറ്റീസ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും ടൈപ്പ് ചെയ്യാം, സെലിബ്രിറ്റീസ് എന്നടിച്ചിട്ട് അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെലിബ്രിറ്റീസ് നമുക്കിനി സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അതിന് മുന്നേ ഫോണ്ട് ഒന്ന് ചേഞ്ച് ആക്കണമല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് താഴെ കാണുന്നുണ്ട്, അത് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് അത് കൊണ്ടുവെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ആക്കുന്നുണ്ട്, ഒരുപാട് ഫോണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ആക്കി ആ ഒരു ഫോണ്ട് സെലക്ട് ആക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെൻറ്ററിൽ ഇതേപോലെ സൈസ് കൂട്ടിയോ കുറച്ചോ അങ്ങനെ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഞാനിതാ സെൻറ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പൊസിഷനിലോ അതോ ചേരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കളർ ചേഞ്ചിങ്ങും ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി സേവ് ചെയ്യാൻ ഇതാ മുകളിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഏത് ആരോ മാർക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഗാലറിയിലേക്ക് സേവ് ആയി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കരിക്കേച്ചർ കാർട്ടൂൺ ഫ്രെയിം ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ വ്യൂസിനെ സബ്സ്ക്രൈബ് ആക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you, bye bye.